തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിലെ മണൽ നീക്കം സംബന്ധിച്ചുള്ള വിഷയത്തിൽ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ആദ്യഘട്ടത്തിൽ CITU പ്രതിനിധികളുമായിട്ടാണ് ചർച്ച. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, എത്ര മണിക്കാണ് ഈ ചർച്ച നടക്കുക? ആരൊക്കെയാണ് ചർച്ചയുടെ ഭാഗമാവുക? ആര്യ, 3 മണിയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ഈ ചർച്ച നടക്കുക. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി, ഈ 2 മന്ത്രിമാരും ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കും. അതോടൊപ്പം CITUയുടെ പ്രതിനിധികളുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടക്കുന്നത്. നേരത്തെ തന്നെ മുതലപ്പൊഴിയിലെ ഈ മണൽ അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ ഒക്കെ സർക്കാർ അതാത് സമയത്ത് തന്നെ വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ ഈ മണൽ നീക്കം ചെയ്യുന്നതിനാവശ്യമായ ഡ്രഡ്ജിംഗ് അടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ മണൽ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CITUവിന്റെ നേതൃത്വത്തിലടക്കം മുതലപ്പൊഴിയിൽ വലിയ പ്രതിഷേധം അരങ്ങേറി. അവിടെ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ആ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സമരത്തിലേക്ക് CITU പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വി ശിവൻകുട്ടിക്കും അതുപോലെ തന്നെ സജി ചെറിയാനും ഈ CITUവിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകുകയും ചെയ്തു. അതായത് ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധക്കാരുമായി അല്ലെങ്കിൽ CITU പ്രതിനിധികളുമായി ഇന്ന് മന്ത്രിതല ചർച്ച വെച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയായിരിക്കും ചർച്ച ആരംഭിക്കുക. മറ്റ് വിവിധ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വലിയ നിലയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ കൃത്യമായി മണൽ നീക്കാൻ, അതായത് വലിയ തോതിലാണ് ഈ മുതലപ്പൊഴിയിൽ മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് പെട്ടെന്ന് നീക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് മനുഷ്യസാധ്യമായതെല്ലാം മുതലപ്പൊഴിയിൽ സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം CITUവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതിൻ്റെ ഭാഗമായി കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ഈ മണൽ നീക്കം വളരെ ദ്രുതഗതിയിൽ ഇവിടുന്ന് മണൽ നീക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മണൽ നീക്കുന്ന 2000 ക്യൂബിക് മീറ്റർ മണലാണ് ഒരു ദിവസം മുതലപ്പൊഴിയിൽ നിന്നും മാറ്റുന്നത്. ഇത് ഇരട്ടിയാക്കാൻ ഈ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ച് ഈ മണൽ നീക്കം കാര്യക്ഷമമാക്കാനുള്ള ഇടപെടൽ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു മന്ത്രിതല ചർച്ച നടക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി ഈ ചർച്ച ആരംഭിക്കും. ആര്യ. ശരി കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.